നീതി തേടി പോലീസ് പെട്രോളിനെ സമീപിച്ച കണ്ണൂർ സ്വദേശിയായ ജമീലയുടെ കഥ കേട്ടു. ഇനി പറയാനുള്ളത് എറണാകുളം പിറവം സ്വദേശിയായ സുനീഷിനെ കുറിച്ചാണ്. ഒരു ഓട്ടോറിക്ഷ വിൽക്കാനുണ്ടെന്ന് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിൽ പരസ്യം കണ്ട് ചതിയിൽപ്പെട്ട യുവാവ്. ഓട്ടോറിക്ഷ കിട്ടി, പക്ഷേ ലക്ഷങ്ങൾ നഷ്ടമായി. ഫേസ്ബുക്കിലും OLXിലും ഓഫർ കണ്ട്, അതായത് വലിയ ഓഫറുകൾ കണ്ട് സാധനങ്ങൾ വാങ്ങാൻ ചാടി പുറപ്പെടുന്നവർ ഈ തട്ടിപ്പിന്റെ കഥയൊന്ന് കാണണം. മോഡൽ ഓട്ടോറിക്ഷ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിൽ കഴിഞ്ഞ ഒക്ടോബറിൽ വന്ന പരസ്യം. വിലയിട്ടിരുന്നത് 1,90,000 രൂപ. മോഡൽ വിലയേക്കാൾ 30,000 രൂപയോളം കുറവ്. പിറവം സ്വദേശി സുനീഷ് അപ്പോൾ തന്നെ പരസ്യമിട്ട കോട്ടയം കിടങ്ങൂർ സ്വദേശി സുബിനെ വിളിച്ചു. ബാങ്കിൽ നിന്ന് CC പിടിച്ച വാഹനമെന്നാണ് പറഞ്ഞത്. പിന്നാലെ നേരിൽ പോയി കണ്ടു. 1,90 വണ്ടി തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ 1,85 വണ്ടിക്ക് വില പറഞ്ഞു കച്ചവടം ഉറപ്പിച്ചപ്പോൾ വണ്ടിക്ക് CC ഇല്ല എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വണ്ടി തന്നു വിട്ടു. അപ്പോൾ ഇത് വണ്ടിയുടെ ബുക്ക് അന്നേരം ഞങ്ങൾക്ക് തന്നു വിട്ടില്ല. ബുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പേര് മാറ്റി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തന്നേക്കാമെന്ന് പറഞ്ഞ് ഫുൾ എമൗണ്ട് ഞങ്ങൾ കൊടുത്തു. 1,85,000 രൂപ നൽകി കോട്ടയം തിരുവഞ്ചൂരിൽ നിന്ന് ഓട്ടോയുമായി പിറവത്തെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതേ നമ്പറിൽ നിന്നും വീണ്ടും ഫോൺ കോൾ. 1,70,000 2017 വണ്ടി കിട്ടാമെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞ ബാങ്കിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ 2017 വണ്ടി 1,70,000 തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 2 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് തന്നെ ഇത്ര വില കുറവെന്ന് ചോദിച്ചപ്പോൾ അവർ ബാങ്കിൻ്റെ ആൾക്കാരാണ്, നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആദ്യം ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു 1,10,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാൻ പറഞ്ഞു. ഞാനപ്പോൾ 1,10,000 രൂപ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. കുറഞ്ഞ വിലയ്ക്ക് വാഹനം ലഭിക്കുമെന്നതിനാൽ സുനീഷിന്റെ സുഹൃത്ത് ജോമോനും ഓട്ടോറിക്ഷ വാങ്ങാൻ തീരുമാനിച്ചു. അഡ്വാൻസായി 1,10,000 രൂപ നൽകി. പണം ഗൂഗിൾ പേ വഴിയാണ് കൈമാറിയത്. പിന്നീടാണ് തട്ടിപ്പ് തിരിച്ചറിയുന്നത്. ഞാനത് തിരക്കി ഇവരുടെ അഡ്രസ്സിൽ ഇവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അപ്പം പറയണേ എൻ്റെ മകനല്ല അവൻ എൻ്റെ മകനല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ വന്നതോടെ പിറവം പോലീസിനെ സമീപിച്ചു. സുനീഷ് വാങ്ങിയ വാഹനം പറവൂർ സ്വദേശിയുടെ പേരിലുള്ളതാണ്. വാഹനത്തിന്റെ ലോൺ മുടങ്ങിയതോടെ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ആണെന്ന പേരിലെത്തി പറവൂർ സ്വദേശിയിൽ നിന്നാണ് തട്ടിപ്പുകാരനായ സുബിൻ ഈ ഓട്ടോ വാങ്ങിയത്. സുബിന്റെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ബാങ്കിൽ നിന്ന് CC പിടിക്കാനെന്ന പേരിലെത്തി നിരവധി പേരിൽ നിന്നും ഇയാൾ വാഹനം തട്ടിയെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ജമീലെ പോലെയും സുനീഷിനെ പോലെയും തട്ടിപ്പിനിരകളായവർ നിരവധിയുണ്ട്. കൂടുതൽ പണം മോഹിച്ചും ചെറിയ ലാഭം പ്രതീക്ഷിച്ചും വലിയ ചതിക്കുഴികളിൽ വീഴുന്നവർ. നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങളുണ്ടോ? നടുക്കുന്ന ഓർമ്മകളുമായി ജീവിക്കുന്നവരാണോ? എങ്കിൽ പോലീസ് പെട്രോളിനെ ബന്ധപ്പെടാം. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 62 81 28 0055. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.